നമുക്കെല്ലാവർക്കും നമസ്കാരത്തിനായിട്ട് എഴുന്നേക്കാൻ ഞാൻ എന്നെ ഓർപ്പിക്കട്ടെ. ആരോഗ്യമുള്ള ആളുകളെല്ലാവരും തന്നെ കുമ്പിടണം എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുന്നു. അല്ലാത്ത ആളുകൾ അതാത് സ്ഥലങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് കുരിശ് വരയ്ക്കുകയും തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യണം. ഇന്ന് മുതൽ ഈസ്റ്ററിൻ്റെ ദിവസം വരെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ള ആശംസ ഉണ്ടായിരിക്കുന്നതല്ല, നിങ്ങൾക്കറിയാമല്ലോ. കയ്യസൂരിയുടെ ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെയും മേൽ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പട്ടക്കാരൻ ആശംസിക്കുമ്പോൾ നിൻ്റെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നുള്ള റെസ്പോൺസിന് മാറ്റമൊന്നുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഇതെല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കയ്യസൂരിയുടെ ശുശ്രൂഷയും ഇല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും തന്നെ ഈ ശുശ്രൂഷയിൽ ആദ്യം ഉടനെ സംബന്ധിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പേജ് നമ്പർ 77. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുന്നേക്കും തന്നെ ആമേൻ. തൻ്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ റൂഹായിക്ക് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് മശിഹായെ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്മോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കളുടെ അരകൾ കെട്ടിയും നിന്നെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് ഞങ്ങളുടെ വിളക്കുകൾ പ്രകാശിച്ചും നിന്നിലുള്ള ശരണമാകുന്ന വഴിയാൽ ഞങ്ങളുടെ ആത്മാക്കൾ ബലപ്പെട്ടും നിന്റെ കൽപ്പനകളുടെ ഇടുങ്ങിയ പാതയിൽ കൂടി അടികൂടാതെ ഓടുവാനും നിന്റെ വിശുദ്ധ ശരീരത്തിലും പുണ്യമാക്കുന്ന തിരുരക്തത്തിലും പങ്കുകൊള്ളുവാനും നിന്റെ മുദ്രയും കീഴിൽ നാശവും ആപത്തും കൂടാതെ കാക്കപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. സ്വജനത്തിൽ നിന്നും തുപ്പലേൽക്കുകയും വഴിതെറ്റിൽ നിന്നും ജാതികളെ സ്വതന്ത്രരാക്കുകയും ചെയ്തവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹയാകുന്ന മൂറോൺ കൊണ്ട് വിശുദ്ധ സഭയെ സുഗന്ധപൂർണമാക്കിയ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പാപിനിയായ സ്ത്രീയുടെ കണ്ണുനീർ കൈകൊണ്ട് നിന്റെ കുറ്റങ്ങളും പാപങ്ങളും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് അവളോട് അരുളി ചെയ്തവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. നിന്റെ അവകാശത്തെ ഉദാസീനമായി വിചാരിക്കരുതേ ദൈവമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്കും ഇഷ്ടമുണ്ടായി നീ സൃഷ്ടിച്ച എല്ലാവരിൽ നിന്നും നിന്റെ ശ്രേഷ്ഠതയ്ക്കും സ്തുതി കരയേറ്റുമാറാകട്ടെ ദൈവമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. 34-ാമത്തെ പുറത്തുള്ള സങ്കീർത്തനം. കർത്താവേ, നിന്നെ ഞാൻ നോക്കി വിളിച്ചു, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവേ, ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ പ്രത്യാശയും എൻ്റെ ഓഹരി നീയാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ വഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ ആചരിക്കുമെന്ന് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. കർത്താവേ, ഞാൻ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ വചനങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ട് നിന്റെ ന്യായങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ കൃപ നമ്മുടെ മേൽ ശക്തപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, സ്തുതിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മളെ വീണ്ടെടുപ്പിനായി സ്വമനസ്സായ യാഗമായി തീർന്ന രഹസ്യങ്ങളുടെ കർത്താവിന് പെസഹ കുഞ്ഞാടിനെ ഒരുക്കുവാൻ ശിഷ്യന്മാരായ ശീമോനെയും യോഹന്നാനെയും ഇന്ന് കർത്താവ് അയച്ചു. അവരിൽ ഒരുവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. തന്റെ വില വാങ്ങുകയും അവർ കഷ്ടതയും അതിവേദനയും കെട്ടുപോകാതാക്കുകയും അവകാശമാക്കുകയും ചെയ്യുന്ന രഹസ്യവും കർത്താവ് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി. ഇന്ന് ശിമയോനും യോഹന്നാനും വിശുദ്ധ പട്ടണത്തിലേക്ക് പോയി പെസഹായുടെയും യാഗങ്ങളുടെയും ഉടയവന് കുഞ്ഞാടിനെ പാകം ചെയ്തു. മാളികയിൽ വെച്ച് രഹസ്യം അടങ്ങിയ അത്താഴം അവർ ആചരിക്കുകയും ചെയ്തു. തന്റെ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുകയും വഴിതെറ്റിൽ നിന്ന് അതിനെ രക്ഷിക്കുകയും ചെയ്ത സകലത്തിന്റെ ഉടയവനായ ദൈവമേ, നിന്റെ സഭയിൽ നിന്ന് ഭിന്നതകളും തർക്കങ്ങളും മായിച്ച് നാനാഭാഗങ്ങളിൽ നിന്റെ നിരപ്പും സമാധാനവും വസിക്കുമാറാക്കണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും നിരന്തരവുമായി കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഞാൻ കഷ്ടത അനുഭവിക്കുന്നതിന് മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിപ്പാനും പഴയ കാര്യങ്ങൾ നിവർത്തിച്ച് നിഴലായവ പൂർത്തീകരിപ്പാനും എൻ്റെ ശരീരം ക്ഷയിച്ചു പോകാത്ത പുതിയ ജീവൻ്റെ അച്ചാരമായി നൽകുവാനും എൻ്റെ രക്തത്തിൽ പുതിയ നിയമം നിങ്ങൾക്ക് ഫലമേൽപ്പിപ്പാനും അതിയായി വാഞ്ചിക്കുന്നുവെന്ന് തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തവനായ മെശിഹാ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തെ നമ്മുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഹോശോ മഹത്വത്തിൻ്റെ രാജാവും സകലത്തിൻ്റെയും ദൈവവും കരുണയാൽ പാപികൾക്ക് വേണ്ടി ക്രൂശിലെ മരണത്തിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവകുഞ്ഞാടുമായ മിശിഹാ തമ്പുരാനെ, നിന്റെ മനുഷ്യസ്നേഹത്താൽ ന്യായപ്രമാണ വിധിപ്രകാരമുള്ള പെസഹ ഒരുക്കുവാൻ ശിഷ്യന്മാരോട് നീ കൽപ്പിച്ചപ്പോൾ ശിമയോനും യോഹന്നാനും വിരിച്ചൊരുക്കിയ വൻമാളികയിൽ പെസഹ ഒരുക്കി. അത്താഴ സമയത്ത് നിന്റെ കരയിൽ തൂവാല കെട്ടി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച് താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും ദൃഷ്ടാന്തം അവർക്ക് നൽകി. അത്താഴം കഴിഞ്ഞ ശേഷം തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എന്ന് അരുളി ചെയ്ത് അവർക്ക് കൊടുത്തു. അപ്രകാരം തന്നെ കാസായും എടുത്തു വാഴ്ത്തി അവർക്ക് കൊടുത്തു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം എന്നരുളി ചെയ്തു. പഴയവയ്ക്ക് സമാപ്തി വരുത്തി നിത്യജീവനും മരണമില്ലായ്മയും നൽകുന്ന പുതിയ നിയമം നീ ഏർപ്പെടുത്തി. ഇപ്രകാരം പഴമയിൽ നിന്ന് പുതുമയിലേക്കും ദാസ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും വഴിതെറ്റിൽ നിന്ന് നേർവഴിയിലേക്കും നീ ഞങ്ങളെ നടത്തി. ഇത് ഹേതുവായി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിനയമാകുന്ന അരക്കച്ചക്കെട്ടിയും സമാധാനമാകുന്ന ചെരുപ്പിട്ടും ജയമുള്ള ശ്രീബായാകുന്ന വടി അവലംബിച്ചും ജീവപ്രദമായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊള്ളുന്നു. ദൈവ കുഞ്ഞാടേ, ഞങ്ങളിൻ
മഹത്വ പെസഹാനീ ലോകാരംഭത്തിനു മുമ്പായി അറുക്കപ്പെട്ടോ നിൻ സന്നിധിയിൽ ചേരുവാൻ ഞങ്ങളെ നീ നാശകൻ കയ്യിൽ നിന്നുമുദ്ധരിച്ചതിനാ തിരുമേനിയും തിരുരക്തവും അനുഭവിച്ചാടിയാർ നിൻ മരണത്തെ ഓർത്തതിനെ കൊണ്ടാടും നീ ഹല്ലേലൂയാ സ്തോത്രം പാടുന്നു ശുഭോല ബോല ബറോവൽ റൂഹോ കാദീശോ മെന്നോ ഈശോനാഥ ദൈവത്തിൻ വത്സലസൂദനേ നിഷ്കളങ്കനെ നീയൻ പാപം ചുമന്നതിനാ ഈശൻ കോപാഗ്നിയിൽ വെന്തുരുകാനോ നാശകന്റെ തീ അമ്പുകളെ കേളാനും ക്രൂശിൽ ബലിയായേൽപ്പിച്ച സ്നേഹം മാത്രം സ്നേഹിച്ചൻ പേർക്കായി മരണം ആസ്വദിച്ചോനെ ഹല്ലേലൂയാ സ്നേഹിക്കും നിന്നെ ഞാൻ. ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിന് തന്നെത്താൻ ധൂവമായി തീർന്നവനും തൻ്റെ കുരിശിനാൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഞങ്ങളെ വിളിച്ച മനോഹരമായ പരിമളവും സുഗന്ധധൂപവും സത്യനാഥനുമായ മെശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ബലഹീനമായ അപേക്ഷയിൽ ശ്രദ്ധിക്കണമേ. പാപികളായ ഞങ്ങൾ നിനക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരവും പാവമോചനവും നൽകണമേ. കർത്താവേ, നിന്റെ താഴ്മയും കുരിശിൻ്റെ ശക്തിയും മരണത്തിൻ്റെ മഹിമയും ഞങ്ങളിൽ വിളങ്ങണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുമാറാകണമേ. ഞങ്ങൾക്കായി ഏറ്റ നിൻ കഷ്ടത താഴ്ച കർത്താവെ വാഴ്ത്തപ്പെട്ടതാകാ. ശിഷ്യരിൻ കൂട്ടം കർത്താവിനായി പെസഹ ഒരുക്കാൻ സ്ഥലം തേടുന്നു. എല്ലാ മർമ്മവും കാണുന്നേശു വല്ലായ്മയേതും തന്നിലില്ലാതെ എല്ലാം ഉള്ളിൽ ദുഷ്ടനം യൂദരിനരികെ എത്തിയിട്ടവരോടൊത്തിയിടുന്നു. 30 വെള്ളി കാശു തന്നാകിൽ എൻ ഗുരുവിനെ ഇഷ്ടം പോൽ ചെയ്യുവാൻ ഒറ്റീതരാമെന്നുറപ്പാക്കിയിടുന്നു. ഞങ്ങളുടെ യൂദരവരോടൊത്തുര ചെയ്തു കൊല്ലായുധം ഒരുക്കിയിടുന്നു. ഓരോരുവൻ താൻ ഓരോരായുധമേറ്റിട്ടുടനെ സന്തോഷത്താൽ പട്ടണമാകെ പാഞ്ഞോടുന്നു. ഓമനയെ
ഏറും ദൈവസുതനെ നിന്നെ കാൺമാൻ വാഞ്ചിക്കുന്നു ഞാൻ ലോകാരംഭത്തിൽ മുൻപായി നിന്നോടെ കണ്ഠമെനിക്കായി അറുക്കപ്പെട്ടോരു കുഞ്ഞാടായി നിന്നെ ഞാൻ കാണുന്നു. തളിപ്പീൻ രക്തം വീടുകൾ തോറും ലഭിക്കും രക്ഷ ഭാഗ്യം നൂനം പുളിച്ച മാവിനെ അകറ്റിൻ വേഗം പന്തിയിൽ പെസഹായേന പൂജിക്കാം ഗമിക്കാം കാനാൻ നാട്ടിൽ. കഷ്ടത സ്കീപ്പ മരണം സഹിപ്പാൻ വന്ന മശീഹ പ്രാർത്ഥന കേട്ടി അരുൾക നിൻ കൃപയായി ഞങ്ങളുടെ പെസഹനാളിൽ മശിഹ കയറി യെരൂശലേമിൽ മാരത്തിന്മേൽ ജയം കൊണ്ടാടുവാൻ ബലം പ്രാപിച്ചു. ഈസാഹാക്കോ തൻ ബലി അറിയാതെ മലമേലേറി പുത്രൻ ക്രൂശിൽ ബലിക്കായി നിന്നെ അർപ്പിച്ചല്ലോ. ഈസഹാക്കു തന്മേൽ ബലിയിൻ വിറകു വഹിച്ചു കരേറി പുത്രൻ തോളിൽ വൻകുരിശോടെ കാൽവറിയേറി. കണ്ടേൻ നിന്നുടെ സ്നേഹം മലമേലീശോനാഥ പണ്ടേ ബലിയ അർപ്പിച്ചെനിക്കായി താതനു നിന്നെ ലോകപാപം ശാപം നിന്മേലേറ്റിട്ടെന്നെ മോചനം ചെയ്തോ ഒരത്ഭുത സ്നേഹം നിനച്ചിടുന്നേ. ദയയും നീതിയും തമ്മിൽ ചുംബനം ചെയ്യിച്ച നീതി വിശുദ്ധി പരമാനുഗ്രഹം നൽകി യരിക്കാം. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്ക മാർദ്ദർച്ചിത്തം മനസാന്തര വരുതി. ഞങ്ങളുടെ കർത്താവായ യേശുശിയായ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. ഞങ്ങൾ പാപികളാകും നിങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുക. നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമീൻ. തൻ്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
തൻ്റെ പെസഹായാലേ തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, പെസഹായുടെ കുഞ്ഞാടിനെ കഴിച്ച ബശിഹാ തമ്പുരാനെ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തൻ്റെ പെസഹായാലേ തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനെ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താസ്തുതി നിനക്ക് താതന്നു ബഹുമാനം വിശുദ്ധ റൂഹായ്ക്കും പുകഴ്ച വന്ദനം. പാപികളാകുന്ന നിന്നോടെ അടിയാരിൽ അനുഗ്രഹം കൃപയും ചൊരിഞ്ഞിടണമേ നീ. മേലുള്ള യെരൂശലേം വാതിൽ തുറന്നിട്ട് മശിഹ സിംഹാസനെ പ്രാർത്ഥനയത്തണമേ. സ്തുതിയൻ കർത്താവേ, സ്തുതിയൻ കർത്താവേ, നിത്യ ശരണവുമേ സ്തുതിയേ പാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. ഇപ്പോൾ 1, 2 പാഠങ്ങൾ വായിക്കുന്ന അത്രയും. ലേവ്യ പുസ്തകം 16-ന്റെ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 16-ന്റെ 1 മുതൽ 28 വരെ. അഹരോൻ്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്തു ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിൻ്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുന്നിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയണം. പാപയാഗത്തിന് ഒരു കാളക്കിടാവിനോടും ഹോമയാഗത്തിനൊരു ആട്ടുകൊറ്റനോടും കൂടെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കണം. അവൻ പഞ്ഞുനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞുനൂൽ കൊണ്ടുള്ള കാൽച്ചട്ട ഇട്ട് പഞ്ഞുനൂൽ കൊണ്ടുള്ള നടുവ് കെട്ടി പഞ്ഞുനൂൽ കൊണ്ടുള്ള മുടിയും വയ്ക്കണം. ഇവ വിശുദ്ധ വസ്ത്രമാകയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്നും പാപയാഗത്തിന് 2 മേലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനെയും വാങ്ങണം. തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്ന് ഒരു ചീട്ടും അസാസോലിന് എന്ന് മറ്റൊരു ചീട്ടും ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ടിടണം. യഹോവയ്ക്കുള്ള ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. അസാസോലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെയോ അതിനാൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസസോലിന് മരുഭൂമിയിൽ വിട്ടേക്കേണ്ടതിന് യഹോവയുടെ സന്നിധിയിൽ ജീവനോടെ നിർത്തണം. പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കാളയെ അറക്കണം. അവൻ യഹോവയുടെ സന്നിധിയിൽ പാപപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപവർഗചൂർണം കൈനിറയെ എടുത്ത് തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരണം. താൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിൻ്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറപ്പാൻ തക്കവണ്ണം അവൻ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം
തീയിൽ ഇടണം. അവൻ കാളയുടെ രക്തം കുറേ എടുത്ത് വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം. അവൻ രക്തം കുറേ തൻ്റെ വിരൽ കൊണ്ട് കൃപാസനത്തിൻ്റെ മുൻപിലും 7 പ്രാവശ്യം തളിക്കണം. പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിൻ്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിൻ്റെ രക്തം കൊണ്ടും ചെയ്ത് അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിൻ്റെ മുൻപിലും തളിക്കണം. ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തം അവരുടെ സകല പാവവുമായ ലംഘനങ്ങൾ നിമിത്തവും അവൻ വിശുദ്ധ മന്ദിരത്തിന് പ്രായശ്ചിത്തം കഴിക്കണം. അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ നടുവിലിരിക്കുന്ന സമാഗമന കൂടാരത്തിനും അവൻ അങ്ങനെ തന്നെ ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിപ്പാൻ കടന്നിട്ട് പുറത്തു വരുന്നതുവരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത്. ഇങ്ങനെ അവൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേലിൻ്റെ സർവ്വസഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ യഹോവയുടെ സന്നിധിയിലുള്ള യാഗപീഠത്തിങ്കൽ ചെന്ന് അതിനും പ്രായശ്ചിത്തം കഴിക്കണം. കാളയുടെ രക്തവും കോലാട്ടുകൊറ്റൻ്റെ രക്തവും കുറേശ്ശെയെടുത്ത് പീഠത്തിൻ്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം. അവൻ രക്തം കുറേ വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി ശുദ്ധീകരിക്കണം. അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിച്ച് തീർന്ന ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റനെ കൊണ്ടുവരണം. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റൻ്റെ തലയിൽ അഹരോൻ 2 കൈയും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാവങ്ങളും ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റൻ്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നു കൊണ്ടുപോകണം. അവൻ കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിടണം. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിൽ വന്ന് താൻ വിശുദ്ധ മന്ദിരത്തിൽ കടപ്പാൻ ധരിച്ചിരുന്ന പഞ്ഞിനൂൽ വസ്ത്രം നീക്കി അവിടെ വെച്ചേക്കണം. അവനൊരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് വെള്ളം കൊണ്ട് ദേഹം കഴുകി സ്വന്തം വസ്ത്രം ധരിച്ച് പുറത്തു വന്ന് തൻ്റെ ഹോമയാഗവും ജനത്തിൻ്റെ ഹോമയാഗവും അർപ്പിച്ച് തനിക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. അവൻ പാപയാഗത്തിൻ്റെ മേധസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ആട്ടുകൊറ്റനെ അസസോലിനെ കൊണ്ടുപോയി വിട്ടവൻ വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ. വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് രക്തം കൊണ്ടുപോയ പാപയാഗത്തിൻ്റെ കാളയെയും കോലാട്ടുകൊറ്റനെയും പാളയത്തിന് പുറത്ത് കൊണ്ട് പോകണം. അവിടെ തോലും മാംസവും ചാണകവും തീയിലിട്ട് ചുട്ടുകളയണം. അവയെ കളഞ്ഞവൻ വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ. ഇവിടെ 1-ാം പാഠം അവസാനം. ഭാഗമായി പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം. 1 പത്രോസ് 4. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയതു മതി. ദുർനടപ്പിൻ്റെ അതേ കവച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരായിരിപ്പീൻ. സകലത്തിനു മുമ്പേ നമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ നമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്.
ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്താൽ ഇഷ്ടപ്പെടുന്നവനായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മൾ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തൻ്റെയും പാപികളുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ പരമേൽപ്പിക്കട്ടെ. ഞാൻ രണ്ടാം ഭാഗം. നാലാമത്തെ സകലത്തെയും തൻ്റെ വചനത്താൽ സൃഷ്ടിച്ചവനും പ്രകാശത്തിൻ്റെയും ജീവൻ്റെയും ഉറവയും മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ശുശ്രൂഷകനായി തീർന്ന ദാസനും അജ്ഞരായ ശിഷ്യന്മാരെ ജ്ഞാനികളാക്കിയ ഗുരുവും ഞങ്ങളുടെ രക്ഷിതാവുമായ മെശിഹാ തമ്പുരാനെ, നീ അരയിൽ തൂവാല ചുറ്റിയും പാത്രത്തിൽ വെള്ളമൊഴിച്ചും നിൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും യഥാർത്ഥമായ മാതൃക അവരെ കാണിച്ച് പഠിപ്പിച്ചു. കർത്താവേ, നിൻ്റെ അടിയാരായ ഞങ്ങളും ആ മാതൃക പിന്തുടർന്ന് താഴ്മയുള്ളവരും തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരുമാകുവാൻ കൃപ നൽകുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കാതിരിക്കുകയും ഞങ്ങളുടെ ദേഹാത്മാക്കളുടെ മാലിന്യം തീർത്ത് വിശുദ്ധമാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഏഷണിയും അസൂയയും പിണക്കവും ദുർവികാരങ്ങളും ദുഷ്കൃത്യങ്ങളുമായ സകലത്തെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ആത്മാക്കളെ പുതുക്കി പരിശുദ്ധ റൂഹായാൽ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പരസ്പരം സഹിച്ചും ക്ഷമിച്ചും ബഹുമാനിച്ചും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ ചേർന്നിണങ്ങുമാറാകണമേ. ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും കീർത്തനവും പാടുമാറാകണമേ. ഇന്നാളിൽ യൂദ പെസഹാടെ ആചാര്യന്മാർ മുൻ അണച്ചിടുന്നു. കുറ്റമില്ലാതെ പരിശോധിച്ചവർ കാഴ്ച വച്ചിടുവാൻ ഒരുക്കിടുന്നു. ഇന്നാളിൽ കർത്തൻ നഗരം വിട്ടു താതനുടെ പക്കൽ എഴുന്നള്ളുന്നു. തന്നെ നിർദോഷിയായി തിരുമുമ്പിൽ കാഴ്ച വച്ചിടുന്നു. ഇന്നാളിൽ യൂദ പെസഹ ഭുജിപ്പാൻ ഭവനങ്ങൾ നന്നായി ഒരുക്കിയിടുന്നു. മിസ്രയേമിൽ നിന്നോ ഗമിച്ചോരു വാർത്ത ഭവനങ്ങൾ തോറും പാടിയിടുന്നു. ഇന്നാളിൽ കർത്തൻ പെസഹ ഒരുക്കാൻ ശിഷ്യരീരുപേരെ അയച്ചിടുന്നു. ചന്തവേറിയിടും മാളികയെടുപ്പാൻ പ്രവചനം ചൊല്ലി അയച്ചിടുന്നു. ഇന്നാളിൽ മൂശ അഹരോൻ എന്നിരുപേർ ഇസ്രായേലിൻ പെസഹ നടത്തിയിടുന്നു. പുളിച്ചതിനെ ത്യജിച്ചും സൂക്ഷിച്ചും ഭുജിപ്പാൻ ദൈവം തൻ ആജ്ഞ അറിയിക്കുന്നു. ഇന്നാളിൽ കർത്തൻ ഇസ്രായേലിൻ പെസഹ ദൃഷ്ടാന്തമാണെന്നുരച്ചിടുന്നു. തന്നിൽ നിറവേറും അതിൻ്റെ രഹസ്യം ശിഷ്യർക്കു വെളിവായി ചൊല്ലിടുന്നു. പാപികൾക്കായി
പരിഹാരബലിയായി തന്നെത്താൻ അണച്ചോരു സുതനേ സ്തോത്രം. ഏറ്റൊരു താതൻ സ്തുതിയും വിശുദ്ധ ഞങ്ങൾക്കായി ഏറ്റ നിൻ കഷ്ടത താഴ്ച കർത്താവെ വാഴ്ത്തപ്പെട്ടതാകാം. പാപക്കുഴിയിൽ ഉഴലും പാപിയെ താപത്തൊടു നീ ദർശിച്ച പാപഭാരം ചുമന്നു നിന്മേൽ പാപികൾക്കെല്ലാം ആശ്വാസം നീ നൽകിയതിനാൽ സ്തോത്രം നിനക്ക്. തിരുമേനി ക്രൂശതിലയ്യോ എൻ പാപത്തിനായി നീ നോറുക്കി ചിന്തി നിന്റെ രക്തം വന്നതി പോലെ ചങ്കിൽ നിന്നൻ വിശുദ്ധിയിനുറവ ഒഴുക്കി അതിനാൽ വന്നിക്കുന്നേ. ഞങ്ങൾ മാറ്റിയിടുകന്റെ ദുരിതങ്ങളാകെ ബലിയാൽ എന്നെ വിശുദ്ധനാക പാദാരവിന്ദേ വീഴുന്നേ ഞാൻ അർപ്പിക്കുന്നേ അടിയാനാഥ കുമ്പിടുന്നേ കനിയണമേന്മേൽ. ജഡത്തിൻ മോഹലോകത്തിനിമ്പം പാപവുമെന്നിൽ മരിച്ചതിനാൽ ഞാൻ അന്ത്യം വരെയും നിന്തിരു ജീവനാൽ വളർന്നു ദുഷ്ടനെ ജയിപ്പാൻ കൃപയെ തരിക നാഥ വണങ്ങും. ഞങ്ങൾക്കായതി കഷ്ടതകൾ ഏറ്റൊരു നാഥ ഞങ്ങളെ നീ അനുഗ്രഹിച്ചവയിൻ പങ്കും നിൻ രാജോഹരിയും നൽകേണമേ. ഞങ്ങളുടെ പെരുന്നാളുകളിൽ അന്ത്യത്തിൽ പെസഹ ബലിക്കായി ദൈവത്തിൽ കുഞ്ഞാടായവൻ തന്നെ താൻ ഒരുക്കിയിടുന്നു മനസ്സോടെ തിരുവേദത്തിൻ രഹസ്യങ്ങൾ നിവർത്തിക്കുന്നു ഗുരുനാഥൻ. മനുഷ്യ സ്നേഹമിയെന്നോലെ വാനോർ ഭൂതലവാസികളും സ്തുതി പാടുന്നൊരു കർത്താവേ വാഴുക ഞങ്ങളിലെന്നും നീ. ദൂതന്മാരിൽ സാത്താനും സ്ലീഹന്മാരിൽ യൂദായും എതിരായതിനാൽ നിൻ ക്രൂശിൽ യോഗ്യത ലഭിച്ചൊരു നിൻ സഭയും നന്ദി കലർന്നു പുകഴ്ത്തുന്നു. വഴിപിണക്കത്തിൽ വലഞ്ഞവരെ നീ വീണ്ടതിനാൽ ജാതികളും സ്തോത്രം പാടുന്നവനവതും നിൻ
ക്രൂശിൻ വിടുതൽ മൂലം ഭൂതലം നിന്നെ നമിക്കുന്നു. നിനക്കും താതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. നാൽപ്പത്തി ഒന്നാമത്തെ പുറത്തുള്ളതായ ഗീതം, അപേക്ഷയ്ക്ക് പകരമുള്ള 41 പുറത്തുള്ളതായ ഗീതം. ദേവാ പരമേശാനുഗ്രഹമതിൻ ചിറകിൽ നിഴലിൽ അണച്ചെന്നും വിരവോട് കാക്കണമേ. അഖിലവും അറിയുന്ന നല്ലൊരു ദൈവമേ, അടിയാ യാചനകൾ ദയോടെ കേൾക്കണമേ. സ്തുതിയൻ രാജാവും രക്ഷ തരുന്നോനും ഈശോ മശിഹായെ നീയാ ഇടുന്നു. നിരപേരും നന്ദിയും നീതി വിളങ്ങിടും നല്ലൊരു രാത്രി അടിയാർക്കു നൽകണമേ. അടിയാറേവരുമേ മേലോട്ടു കണ്ണുയർത്തി കടങ്ങൾ പാപങ്ങൾ പൊറുക്കാനിരക്കുന്നു. ഇഹപരലോകങ്ങൾ ഇരുലോകമതിലാകെ അനുഗ്രഹനിധിയേറെ ഞങ്ങളിൽ ചൊരിയണം. ശ്ലീബായിൻ നിഴലിൽ ഈരാവ് മുഴുവനിലും ദയയോടെ മറച്ചിട്ട് ഞങ്ങളെ സൂക്ഷിക്കാം. നാളെല്ലാം കീഴിൽ അരുമയോടെപ്പോഴും തുണ നൽകി പോറ്റണമേ. ശരണവും രക്ഷയും അടിയാർക്ക് നീ എന്നും ഉടയോൻ. തൻ്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനഴിച്ച് പശിയാത്തമ്പുരാനേ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തൻ്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനഴിച്ച മശിഹാതമ്പുരാനേ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ റൂഹായ്ക്ക് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള യെരൂശലേമിന്റെ വാതിലുകൾ തുറന്ന് മിശിഹായേ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ സർവ്വമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് നാൾ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെ മേൽ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ.
ലോകത്തിൻ്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധമുള്ള എവൻഗേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നതുമായവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തൻ്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേൽ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ശരീരം എടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലപ്രകാരം കൽപ്പിച്ച് ഉപദേശിച്ചു. പ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ടാടുന്നു. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലതു ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങളെന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിനെ നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങളെപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എനിക്ക് ചെയ്തുവെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് അരുളി ചെയ്യും. പിന്നെ അവൻ്റെ അടുത്ത ഭാഗത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നില്ല. അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗിയും തടവിലുമായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല എന്ന് അരുളി ചെയ്യും. അതിനെ അവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ അതിഥിയോ നഗ്നനോ രോഗിയോ തടവിലോ ആയി എപ്പോൾ കണ്ടു? നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നു എന്ന് ഉത്തരമായി പറയും. അവൻ അവരോട്, ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളമെല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് ഉത്തരമായി പറയും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. നമ്മുടെ കർത്താവിന് ബഹുമാനവും നാം എല്ലാവരുടെയും മേൽ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. പിതാവായ സർവശക്തനായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ദൈവത്തിൻ്റെ ഏകപുത്രനും സത്യദൈവത്തുള്ള സൃഷ്ടിയും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങൾ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിശുദ്ധരുകയാൽ കന്യാമറിയമാൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിൻ്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവിതകർപ്പാരം 3-ാം ദിവസം ഉയർത്തേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹാപ്രഭാവത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനുമായ യേശു മിശിഹായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിമ്പിന്മാരും ശ്രീകാമാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനുള്ള വിശുദ്ധിയുള്ള ഏകറുകായിലും കാതോലികവും അപ്പോസ്തോലികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദിസ മരിച്ചവരുടെ എഴുന്നേൽപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ബാരക്കുമാർ സോമൻ കാലോസ്. ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാം. ഞാൻ വരുന്നു ക്രൂശിക്കൽ എന്നാരംഭിക്കുന്നതിനുള്ള പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്നത്രേ. ഞാൻ വരുന്നു ക്രൂശിക്കൽ, ക്രിസ്തു കീർത്തനങ്ങൾ 220 പാട്ട്.
പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഇന്ന് രാത്രിയിൽ അടുത്ത് വന്ന ഞങ്ങളുടെ മുഴങ്കാലുകളെ മടക്കുവാനും ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനും നൽകുന്ന അവസരത്തിനായിട്ട് നന്ദിയുടെ സ്തോത്രം. തമ്പുരാൻ നൽകിയിരിക്കുന്ന അനവരതമായ നന്മകൾ ഓർത്ത് നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള എല്ലാ ജീവിതത്തിൽ ഒന്നുമില്ലാതെ സംബന്ധിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ സമർപ്പണത്തിൻ്റെ അടയാളമായി ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെ കരുണ്യപൂർവ്വം നീ സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളും നന്മകളും സ്വർഗത്തിൽ നിന്ന് തന്നെ അയച്ചു തരണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമുള്ളവരുമായി നിലനിന്ന് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവോടെ കേൾക്കണമേ. ആമേൻ. അനൗൺസ്മെൻറ്റ് നടത്തിക്കോട്ടെ. നാളെ രാവിലെ 8 മണിക്ക് പെസഹായുടെ നമസ്കാരം പള്ളിയിൽ വെച്ച് ആരംഭിക്കുന്നതാണ്. 8 മണിക്ക്. അതേ തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും തന്നെ പ്രാർത്ഥനാപൂർവ്വം 8 മണിക്ക് മുമ്പായിട്ട് നമസ്കാരത്തിനും അതിനുശേഷമുള്ള വിശുദ്ധ കുർബാനയ്ക്കായിട്ടും ഒരുങ്ങി വരണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു മാങ്ങ ഒത്തിരി ആളുകൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാളികേരം ആരും തരാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നാളികേരം 2, 3, 4, 5 ഒക്കെ നാളെ കൊണ്ടുവന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുമായിരിക്കും തോന്നുന്നു. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് 1, 2, 3, 4 അങ്ങനെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് നാളെ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ അതിന് ശേഷം വീട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അങ്ങനെ കൊണ്ടുവന്നാൽ അത് വളരെ ഉപകാരമായിരുന്നു എന്നുള്ളത് ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ എവിടെ വീട്ടിലുള്ളതെന്നുള്ളത് അവരോട് പറഞ്ഞാൽ അവർ ചിലപ്പോൾ കൊണ്ടു തരുമായിരിക്കും. നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടുമായിരിക്കും. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് ഈ സമയത്ത് അത് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ദൈവവചനത്തിൽ നമ്മളോട് സംസാരിക്കാൻ ആയിട്ട് ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ ഇടവക സെക്രട്ടറി ശ്രീ ജി കുഞ്ഞുമോൻ അദ്ദേഹത്തോടാണ് ആവശ്യപ്പെട്ടത്. പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, ആത്മായ ശുശ്രൂഷൻ എന്നൊക്കെയുള്ള നിലയിൽ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷകളാണല്ലോ കഴിഞ്ഞ നാളുകളിലൊക്കെ നമുക്ക് നൽകിയത്, ഇപ്പോഴും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതും. വളരെ ഉത്തരവാദിത്വബോധത്തോടുകൂടി വളരെ താല്പര്യത്തോടുകൂടി ആത്മാർത്ഥമായി കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രത്യേകമായൊരു കഴിവുണ്ട്. അതോടൊപ്പം തന്നെ ദൈവമക്കളെ സ്നേഹിക്കുന്നതിനും ആദരിക്കുന്നതിനുമൊക്കെയും താല്പര്യം എല്ലായ്പ്പോഴും കാണിക്കുന്നൊരു വ്യക്തിത്വം കൂടിയാണല്ലോ. ഇന്ന് സന്ധ്യയെങ്കിൽ നമ്മളോട് ചുരുങ്ങിയ ഒരു സന്ദേശം പ്രിയപ്പെട്ട കുഞ്ഞുമോൻ നൽകും. ഇപ്പോഴേ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ക്ഷണിക്കും. ബഹുമാനമുള്ള അച്ഛൻ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് അവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു വലിയ നോമ്പ് നമ്മൾക്ക് കാണുവാൻ, നമുക്ക് അതിലൊന്ന് പങ്കുചേരുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയേറ്റാം. നോമ്പിൻ്റെ ശുശ്രൂഷയോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിലെ ഭവനങ്ങളിൽ വെച്ച് നടത്തിയ ശുശ്രൂഷകളെല്ലാം ഏറ്റവും ഭംഗിയായി ക്രമീകൃതമായി ചെയ്തു തീരുവാൻ സഹായിച്ചു. ദൈവത്തിന് നന്ദി. ഈ വർഷത്തെ നമ്മുടെ നോമ്പിൻ്റെ വിഷയമതായ തീമെന്ന് പറഞ്ഞത് ആവർത്തനത്തിൽ നിന്നും പരിവർത്തനത്തിലേക്ക് എന്നുള്ളതാണല്ലോ. മാർച്ച് 3-ാം തീയതി മുതൽ ഏപ്രിൽ 10-ാം തീയതി വരെ 34 ഭവനങ്ങളിലായി മോശയെ സഹായിപ്പാൻ ന്യായാധിപന്മാരെ നിയമിക്കുന്നത് മുതൽ മോശയുടെ മരണവും യോശുവയുടെ സ്ഥാനാരോഹണം വരെയുള്ള 34 വിഷയങ്ങൾ, 34 ഭവനങ്ങളിലായി 34 വിഷയങ്ങൾ 34 പേരിൽ കൂടി പങ്കുവയ്ക്കുവാൻ നമുക്ക് സഹായിച്ചു. ദൈവം അവസരം തന്നു. ഇതിൽ മുഴുകിക്കേട്ടതായ തിരുവചനങ്ങൾ 34 പേരും വ്യത്യസ്തമായ രീതിയിൽ ഓരോ വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചു. അതിൽ ഒന്നിലധികം പ്രാവശ്യം മുഴുകിക്കേട്ട ചിന്തകൾ 1.2 നോമ്പ് കാലത്ത് നാം വിശുദ്ധിയോടും വിശ്വസ്തയോടും ജീവിക്കണമെന്നുള്ളതാണ്. അതിലെ ഈ നോമ്പ് കാലത്ത് മാത്രം നാം വിശുദ്ധിയോടും വിശ്വസ്തയോടും ജീവിച്ചാൽ മതിയോ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. പിന്നെ ദശാംശത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഒത്തിരി 3-4 പ്രാവശ്യം അറിഞ്ഞപ്പോൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നമ്മുടെ ഇടവകയിൽ ആത്മാർത്ഥമായും ദശാംശം കൊടുക്കുന്നത് 10 പേരാണ്. അച്ഛനത് വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ടായിരിക്കണം ബഹുമാനപ്പെട്ട അച്ഛനെ പ്രകാരം പറഞ്ഞു. നമ്മുടെ ഇടവകയിൽ 240 ഭവനങ്ങൾ 10 പേരാണ് ദശാംശം, അതായത് സമയങ്ങൾ കൃത്യമായി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ശുശ്രൂഷ കൊണ്ട് ഇതിലേക്കൊരു മാറ്റം വരണം. അതാണ് നമ്മുടെ വിഷയം. അത് തന്നെയാണ്. ഇതിലേക്കൊരു മാറ്റം വരുവാൻ നമുക്ക് സഹായിക്കണം. ഈ നോമ്പിൻ്റെ പ്രാർത്ഥനകൾ ഏറ്റവും ഭംഗിയായി നിറവേറ്റുവാൻ, ഭംഗിയായി നടത്തുവാൻ തൊക്കണം നമുക്ക് നേർന്നു നൽകിയത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. നിർദ്ദേശങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും നമ്മോട് പങ്കുചേർന്ന പ്രിയ കൊച്ചമ്മയ്ക്കും അച്ഛനും ഇടവയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഭവനങ്ങൾ ഒരുക്കി തന്നവർ, പ്രസംഗിച്ചവർ എല്ലാവരെയും
അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരും ചുമതലക്കാരൊക്കെ അക്ഷീണം പ്രയത്നിച്ചു. അവർക്കെല്ലാമുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു വലിയ പ്രസംഗം പറയുവാനൊന്നുമല്ല. ഒരു മാനസാന്തര പ്രസംഗത്തിൻ്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടവയ്ക്ക് ആവശ്യമില്ല. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ചെയ്യാൻ മറന്നുപോയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാമായിരുന്ന ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നെങ്കിൽ ചെയ്യാതെ പോയത് ഒന്ന് പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി നേവൻകുരിയിൽ ഭാഗമായി വായിച്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 45-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 45-ാം വാക്യം. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവാം പരിശുദ്ധനായ കർത്താവേ, ഈ സന്ധ്യയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. ഒരു വീടാനും വായിച്ചോടെ ഞങ്ങളുടെ ജീവിതത്തിന്മേൽ നൽകി തന്നതിനാൽ ഞങ്ങളെ വാഴ്ത്തുകയാണ് കർത്താവേ. കഴിഞ്ഞ കാലം നടത്തിയ എല്ലാ നന്മകൾക്കും എല്ലാ കൃപകൾക്കും ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം പറയുന്ന ബലഹീനായ അടിയനും കേൾക്കുന്നതിൻ്റെ മക്കളും ഒരുപോലെ സന്തോഷത്തോടെ അയക്കണം, ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുനാമത്തിൽ തന്നെ ആമേൻ. മത്തായിയുടെ സുവിശേഷം 25-26 അധ്യായങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യുഗാന്ത്യ പ്രഭാഷണങ്ങൾ അറിയപ്പെടുന്നത്. യുഗാന്ത്യ പ്രഭാഷണങ്ങളാണ് 25-ഉം 26-ഉം അധ്യായങ്ങൾ. യുഗാന്ത്യ പ്രഭാഷണങ്ങളുടെ അധികമായ ഒരു ചിന്ത ഏറ്റവും വലിയ ചിന്തയെന്ന് പറയുന്നത്, ഒന്ന് മനുഷ്യപുത്രൻ്റെ വരവും മനുഷ്യകുലത്തിൻ്റെ അന്ത്യ ന്യായവിധിയുമാണ്. മനുഷ്യപുത്രൻ്റെ വരവ് മനുഷ്യകുലത്തിൻ്റെ അന്ത്യ ന്യായവിധി ആണ്. അതാണ് യുഗാന്ത്യ പ്രഭാഷണത്തിൻ്റെ കാതലായ ചിന്ത. ഈ അധ്യായം വായിക്കുമ്പോൾ 46 വാക്യങ്ങളുള്ള 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ 10 കന്യകമായ രൂപങ്ങൾ പറയുന്നുണ്ട്. 11 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ അതിൽ താലന്തുകളുടെ രൂപങ്ങൾ പ്രസ്താവിക്കുന്നു. 31 മുതൽ 46 വാക്യങ്ങൾ പ്രവർത്തിച്ച് കേട്ട അധ്യായവുമാണ്. ഈ ഉപങ്ങളിലൊക്കെ എല്ലാ പ്രാവശ്യം നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു അധ്യായം കൂടാണ് ഈ 25-ാം അധ്യായം എന്ന് പറയുന്നത്. താലന്തുകളുടെ ഉപമകൾ പറയുമ്പോൾ താലന്തുകൾ നമ്മളെ ഏൽപ്പിച്ചിട്ട് കടന്നുപോയത്, ഒരു മനുഷ്യൻ പരദേശത്തിൽ കടന്നുപോയപ്പോൾ തന്നെ ഏൽപ്പിച്ചിരുന്ന അവൻ താലന്തുകൾ അവരവരുടെ കഴിവിനനുസരിച്ച് താലന്തുകൾ ഏൽപ്പിച്ചിട്ടാണ് കടന്നുപോയത്. അവർക്ക് ലഭിച്ച വിളി നല്ലവനും വിശ്വ ദാസനെ എന്നുള്ള വിളിയാണ്. പക്ഷേ ഈ താലന്ത് കൊടുത്തത് കടന്നു പോയപ്പോൾ അവൻ എപ്പോൾ വരുമെന്നോ എന്ന് വരുമെന്നൊന്നും പറഞ്ഞതൊന്നുമില്ല. പക്ഷേ ഏറെ നാൾ കഴിഞ്ഞതിന് ശേഷം അവൻ മടങ്ങി വന്നിട്ട് കണക്ക് തീർത്തതാണ് കാണുവാൻ സാധിക്കുന്നത്. ഏറെ നാൾ കഴിഞ്ഞ് കണക്ക് തീർത്തപ്പോൾ വിശ്വസ്തയോടെ വേല ചെയ്തവന് വിളിച്ച ലഭിയാണ്, ആഹ്വാനമാണ് നല്ലവരും വിശ്വസ്തയുടെ ദാസൻ എന്നുള്ള വിളി. ആഹ്വാനത്തിനുടമയായി തീർന്നു. എന്നാൽ അവിശ്വസ്തമായി പ്രവർത്തിച്ചവന് ലഭിച്ച വിളി ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ് വിളിച്ചത്. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ താലന്തുകൾ വിശ്വസ്തയോടെ വേല ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പിതാവായ ദൈവം നമുക്ക് ലോകത്തിൽ ഏറ്റവും നല്ല ദാനമായി നൽകിയത് കർത്താവായ അവൻ തൻ്റെ നമുക്ക് ദാനമായി നൽകുന്നു. അവൻ നമ്മോടൊപ്പം ലോകത്തിൽ 31 വർഷക്കാലം ജീവിച്ചു, മനുഷ്യനായി ജീവിച്ചു, മാനുഷികമായി മനുഷ്യനോട് താതാത്മ്യപ്പെട്ടവൻ ജീവിച്ചു. അവൻ വിശന്നു, അവൻ ദാഹിച്ചു, മനുഷ്യനുമായി താതാത്മ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് വിശന്നു വന്നത്. ഇതൊക്കെ അപ്പം മനുഷ്യനോടൊപ്പം ജീവിച്ചതാണ്. 33 വർഷക്കാലം ദേശത്ത് ജീവിച്ചപ്പോൾ അവനോട് ചേർന്ന് നടന്നവരെയൊക്കെ ഉണ്ട്, പക്ഷേ അവനെ അറിയാതെ പോയവരുണ്ട്. യേശുവിനെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. യേശു നല്ലവനാണ്, വല്ലവനാണ്, സ്നേഹവാനാണ്, കരുണയുള്ളവനൊക്കെ നമുക്കറിയാം. പക്ഷേ ആ യേശുവിനെ അറിയുവാൻ തക്കണം നമുക്ക് സാധിക്കുന്നുണ്ടോ, സാധ്യമായിട്ടുണ്ടോ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലന്മാർ 12 പേർ അവനോടൊപ്പം ഒപ്പം പിൻഗമിച്ചവരാ എല്ലാം നടന്ന. പക്ഷേ യേശുവിനെ അറിഞ്ഞില്ല. യേശുവിനോട് നടന്നതേ ഉള്ളൂ, പക്ഷേ യേശുവിനെ അറിയാൻ അവന് സാധിച്ചില്ല. യൂദായ്ക്ക് യേശുവിനെ അറിയാമായിരുന്നെങ്കിൽ അവൻ്റെ അന്ത്യം അപ്രകാരം ആവത്തില്ലായിരുന്നു. യേശുവിനോട് കൂടെ നടന്നതേ ഉള്ളൂ, യേശു ചെയ്ത അത്ഭുത പ്രവർത്തനത്തിൽ കണ്ടതേ ഉള്ളൂ, അതവൻ അനുഭവിച്ചതേ ഉള്ളൂ. പക്ഷേ യേശുവിനെ അറിയുവാൻ അവന് സാധിക്കാത്തതുകൊണ്ട് അവൻ്റെ അന്ത്യം വല്ലാത്തതായിരുന്നു എന്ന് നമുക്ക് കാണുവാനേ സാധിക്കും. അപ്പോൾ 31-ാമത്തെ വാക്യം അടുത്ത ന്യായവിധിയുടെ കാര്യം പറയുമ്പോൾ, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിലിരിക്കും, സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം മെസ്സിഹാ രാജാവ് ഇരിക്കും, അന്ന് അവൻ്റെ മുമ്പിൽ സകല ജാതികളെയും കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് മഹിമാസനത്തിൽ കടന്നു വരുമ്പോൾ മനുഷ്യകുലത്തെ ആകമാനം
ഈ ലോകത്തിലുള്ള മനുഷ്യകുലത്തെ ആകമാൻ ഒരു വേർതിരിവുമില്ലാതെ സ്ത്രീയെന്നോ പുരുഷനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ മാർത്തോമാക്കാരനെന്നോ പെന്തക്കോസ്തുകാരനെന്നോ ഒരു വേർതിരിവുമില്ലാതെ ഒരു കൂട്ടിച്ചേർക്കുന്ന ഒരു സമയമാണ് കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ കർത്താവ് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു വേർതിരിവുമില്ലാതെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഒരു വേർതിരിവാണ്. ഒന്ന് വലത്തും ഇടത്തും നിർത്തം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ജനങ്ങളെ ഇടത്തും വലത്തും നിർത്തുന്നത് കാണുവാൻ നമുക്ക് സാധിക്കും. വേർതിരിവില്ലാതെ കൂട്ടിച്ചേർത്തവൻ വേർതിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വേർതിരിക്കുന്ന ഇടയൻ ചെമ്മരാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്ന പോലെ അവൻ വേർതിരിച്ച് നമ്മെ വലത്തും നമ്മെ ഇടത്തും നിർത്തും. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 46 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 2 തരം ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ. ഒന്ന്, പ്രതിഫലേച്ഛ കൂടാതെ നന്മ ചെയ്തവർ. വിശക്കുന്നവരുണ്ട്, ദാഹിക്കുന്നവരുണ്ട്. കൂട്ടത്തിലല്ലേ എന്ന് ഞാൻ നിശ്ചിതം കാണാതെ കടന്നുപോയ കൂട്ടത്തിൽ പെട്ടവരാണ് ഞാനൊക്കെ. അതെല്ലാം നമ്മൾ വേണ്ട. സഹോദരനെ അറിയുന്നില്ല എന്നല്ല നാം പറയേണ്ടത്. നാം സഹോദരൻ്റെ കാവൽക്കാരനായിരിക്കണം. സഹോദരൻ്റെ കാവൽക്കാരനായിരിക്കണമെങ്കിൽ ഈ പറയുന്നതൊക്കെ നാം ചെയ്യണം. വിശക്കുന്നവരെ നമ്മൾ കാണണം, രോഗികളെ കാണണം, അശ്വരനെ കാണണം, ആലംബികരെ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ സഹോദരൻ്റെ കാവൽക്കാരനായി തീരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നാം ആത്മാർത്ഥമായും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മദർ തെരേസയോട് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾക്കിതെല്ലാം ഇപ്രകാരം ചെയ്യുവാൻ എങ്ങനെ സാധിക്കുന്നെന്ന്. അശ്വരനെ കാണുവാൻ, ആലംബികനെ കാണുവാൻ, കുഷ്ഠരോഗിയെ ചേർത്ത് പിടിപ്പാൻ കൊണ്ട് നിങ്ങൾ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ ഭവ്യമായ രീതിയിൽ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ അശ്വരനെ കാണുമ്പോൾ, മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ മുഖം ദർശിക്കുന്ന യേശുവിൻ്റെ മുഖമാണ് അവരെ കൂടി ദർശിക്കുന്നതാണ് പറഞ്ഞത്. സരസമായ ഉത്തരമാണ് പറഞ്ഞത്. ഞാൻ അവരെ കാണുന്ന യേശുവിൻ്റെ മുഖമാണ് അവരെ ഞാൻ ദർശിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ യേശുവിൻ്റെ മുഖം കാണുമ്പോൾ അവർക്ക് ഈ ക്രിയകൾ ചെയ്യുന്നതിനും അവരുടെ മുറിവുകൾ കഴുകുന്നതിനും അവരെ വെച്ച് കെട്ടുന്നതിനും അവരെ സഹായിക്കുന്നതിനും ഒക്കെ നമുക്ക് യാതൊരു മടി കൂടാതെ ചെയ്യുവാൻ നമുക്കും സാധിക്കും. നമ്മുടെ ഇടയിൽ നമ്മുടെ രോഗികളെ കാണുമ്പോൾ നാം അവരോട് ചേർന്ന് നിൽക്കുവാറുണ്ടോ? അവരൊന്ന് ചേർത്ത് പിടിക്കാറുണ്ടോ? അല്ലെങ്കിൽ വസ്ത്രമില്ലാത്തവരെ കാണുമ്പോൾ എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് കഴിവുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഓരോരുത്തരും അവനാലാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ധർമ്മങ്ങൾ പലപ്പോഴും അധർമ്മങ്ങളായിത്തീരുന്നുണ്ട്. അത് ഒന്നാമത്തെ പ്രശ്നം. നമ്മൾ ചെയ്യുന്ന ധർമ്മങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം അധർമ്മങ്ങളായിത്തീരാൻ കാര്യമുണ്ട്. കാരണം നമ്മളൊന്ന് ഗുണിച്ച് കഴിഞ്ഞാൽ അത് ഒൻപതെടുത്ത് പറയും. പക്ഷേ അത് അവർക്കുള്ള ചിന്ത മറ്റുള്ളവരെ ഞാൻ കൊടുത്തു, ഇന്നാർ കൊടുത്തു എന്ന് പറയുമ്പോൾ അവർക്കൊരു വൈഷമ്യമാവും. ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ മാറിപ്പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായ ധർമ്മങ്ങൾ അധർമ്മങ്ങളായിത്തീരും. നമ്മൾ ഈ നോമ്പിൻ്റെ പ്രസംഗത്തിൽ ഒരാൾ ഒരു പ്രസംഗിച്ചു. ഞാൻ ഒരു ട്യൂബ് കൊടുത്തു, ഒരു ലൈറ്റ് കൊടുത്തു. പക്ഷേ അതിൻ്റെ ട്യൂബിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇത് സംഭാവന ആളുടെ പേരുമല്ല. സ്റ്റിക്കർ ചോദിച്ചപ്പോൾ ട്യൂബിൻ്റെ പകുതി കൂടുതൽ മറഞ്ഞു. അപ്പം പ്രകാശം കിട്ടിയില്ല. ട്യൂബ് കൊടുത്ത സംഗതി ശരിയാണ്, പ്രകാശം ലഭിക്കാതെ പോയി. അപ്പോൾ നമ്മൾ സംഭാവന ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴേക്ക് ഇതാണ് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിരിക്കണം. നമ്മൾ ചെയ്യുന്നത് എപ്രകാരം നാം പറഞ്ഞാൽ മാത്രം പോരാ, പ്രാവർത്തികമാകുവാൻ തക്കണം. നമ്മൾ ഓരോരുത്തരും ഉത്സുകരായിരിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ കാണുവാൻ നമുക്ക് സാധിക്കൂ. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കണം പ്രതിഫലം തരുവാൻ തക്കണം നമ്മുടെ കർത്താവിൻ്റെ പക്കൽ ഉണ്ട് എന്ന് നാം മറന്നു കളയരുത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തിക്കാൻ ചെയ്യുവാൻ തക്കണം നമ്മളെ ഇടയാകണം. അതുപോലെ തന്നെ ഇവരെ ചേർത്ത് പിടിക്കണമെങ്കിൽ കർത്താവ് വിശുദ്ധ യോഹന്നാന്റെ 13-34 വാക്യത്തിൽ പുതിയ കൽപ്പന നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ഇതാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. നമുക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ വിവരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് തമ്മിൽ സ്നേഹിച്ച് പരസ്പരം സ്നേഹത്തിലും പരസ്പരം ആദരവോടും കൂടെ ജീവിപ്പാൻ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. അവർ ചെയ്തത് ആർക്കാണെന്ന് അറിഞ്ഞില്ല. പറഞ്ഞില്ല അവർ ചെയ്തത് ആർക്കാണെന്ന് അറിഞ്ഞില്ല. ഒരു പക്ഷേ ഈ ചെയ്തവർ ഇത് ക്രിസ്തുവിന് വേണ്ടിയായി ചെയ്യുന്ന അറിഞ്ഞെങ്കിൽ തന്നെയും അത്രമാത്രമേ ഈ ലോകത്തിൽ ചെയ്യുവാനുള്ളൂ. വേറെ എന്തോ അതിലപ്പുറം അവരൊന്നും ചെയ്യാനില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവർ ചെയ്തത് മാത്രമേ അവർക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ. എന്നാൽ രണ്ടാമതൊരു കൂട്ടർ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെയും ജീവിതത്തിൽ ഈ ലോകത്തിൽ ഇതെല്ലാം കണ്ടതാണ്. വിശുദ്ധവരെ കണ്ടു, ദാഹിച്ചവരെ കണ്ടു, ആക്സിഡൻറ്റിനെ കണ്ടു, ആലംബികനെ കണ്ടു, രോഗികളെ കണ്ടു. പക്ഷെ അവർ കണ്ടതേ ഉള്ളൂ. അത് ചെയ്യുവാൻ അവർ സന്നദ്ധ കാണിച്ചില്ല. കാരണം അതാരാണെന്ന് അവർ അറിഞ്ഞില്ല. യേശുവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചെയ്യാമെന്ന് അവർ പറഞ്ഞേക്കുന്നത്. നീ ആരാണെന്ന് അറിയാഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ യേശുവെന്ന് അറിയുവാൻ നമുക്ക് കഴിയാം. അത് അവരോട് പറഞ്ഞത് തന്നെയാണ്. ഞങ്ങൾ നിന്നെ എപ്രകാരം കണ്ടതേ ഇല്ലെന്നാണ് പറഞ്ഞത്. അന്നേരം പറഞ്ഞു, ഈ എളിയവനെ ചെയ്യാഞ്ഞിടത്തോളം കാലം നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്യാഞ്ഞെന്ന് പറഞ്ഞത്. അപ്പോൾ അതോടെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ, മറ്റുള്ളവരെ കാണുമ്പോൾ ചെയ്യുവാൻ തക്കണം
കൊടുക്കുവാൻ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സന്നദ്ധത ആയിരിക്കും. ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നതാണ് പാർപ്പിടം, വസ്ത്രം, ആഹാരമൊക്കെ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടയിൽ ഒക്കെ ഒത്തിരി പേരുണ്ട്. പക്ഷേ നമ്മളൊരു ചേർത്ത് പിടിപ്പാൻ തക്കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും കഴിയണം. ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരാളെ കൂടെ ചെയ്യുവാൻ തക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. നമ്മുടെ ജീവിതം ധന്യമാകണമെങ്കിൽ, കർത്താവിൻ്റെ വരവെങ്കിൽ കാണണമെങ്കിൽ, നല്ലവനും വിശ്വദാസനെ ദാസി വിളിക്കുകയൊക്കെ അവൻ ജീവിക്കണം, ആഹ്വാനം നമുക്ക് ലഭിക്കണമെങ്കിൽ അപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ കാണുകയുള്ളൂ. വലത്തുള്ളവരുടെ കർത്താവ് പറഞ്ഞ ഇപ്രകാരമാണ്: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയും. ഇത് രാജ്യം അവകാശമാക്കിക്കൊള്ളണമെങ്കിൽ നമ്മൾ പ്രകാരം ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്കൊരു പ്രമാണിയെ കാണുവാൻ സാധിക്കും. ദൈവരാജ്യം അവകാശമാക്കുവാനെന്ന് പ്രമാണിയുണ്ടായിരുന്നു. പ്രമാണി എന്ന് കർത്താവ് പറഞ്ഞ് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞത് പ്രകാരമാണ് പറഞ്ഞത്: നിനക്ക് ഒരു കുറവുണ്ട്. കുറവെന്താണെന്ന് വെച്ചാൽ, നിനക്കുള്ളതൊക്കെ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിന്റെ നിക്ഷേപം സ്വർഗത്തിലുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ പ്രമാണി വളരെ ധനികനായിരുന്നു. ധനവാനായതുകൊണ്ട് അവൻ വളരെ വിഷമിച്ച് ചിന്തിച്ച് ഭാരപ്പെട്ട് മടങ്ങിപ്പോയൊരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ലാസറിനെയും ധനവാനെയും നമുക്ക് മടിയിലേക്കും പോയി. ലാസർ താഴെ നിന്നുകൊണ്ട് കെഞ്ചുകയാണ്, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കെഞ്ചുകയാണ്. അബ്രഹാം പിതാവേ, ലാസറിൻ്റെ വിരൽത്തുമ്പിൽ ചെന്ന ധനവാനെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ധനവാൻ ചെയ്ത് വലിയ കുറ്റമൊന്നും ധനവാൻ ചെയ്തില്ല, പക്ഷേ അവൻ നന്മ ചെയ്യുവാൻ ഒരുപാട് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ മുമ്പിൽ അവസരം ലഭിച്ചു, പക്ഷേ അവന് ചെയ്തില്ല. അതാ ധനവാൻ ചെയ്ത കുറ്റം. നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അവസരങ്ങൾ എപ്പോഴും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക അവസരമുണ്ട്. പക്ഷേ അവസരങ്ങളെ പാഴാക്കാതെ നമുക്ക് ജീവിപ്പാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഈ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് വരച്ചു കാട്ടി തമ്മിൽ പ്രകാരം ജീവിപ്പാൻ തക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. അവൻ്റെ വരവികൾ കാണണമെങ്കിൽ മറ്റുള്ളവരെ സഹായിപ്പാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവരെ കാണുമ്പോൾ, അവരെ കാണുമ്പോൾ, നമ്മുടെ സ്നേഹിതനെ കാണുമ്പോൾ, ആവശ്യമുള്ളവരെ കാണുമ്പോൾ, അംഗീകരെ കാണുമ്പോൾ യേശുവിനെ കാണുന്ന യേശുവിൻ്റെ മുഖം ദർശിപ്പാൻ തക്കോണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടുവാനും അവനോട് ചേർന്ന് നിൽപ്പാനും നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ യേശുവിനെ കുറിച്ചല്ല, യേശുവിനെ അറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. യേശുവിനെ അറിഞ്ഞ് അതിന് പ്രകാരം ജീവിപ്പാൻ തക്കണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആശിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലാലി ഒന്ന് പ്രാർത്ഥിക്കാം. ലാലി. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്ക് ശയന നമസ്കാരം പാടാം. 35-ാമത്തെ പുറം, പേജ് നമ്പർ 35. കർത്താവേ, ഞാനിഹ നിദ്രയൊഴിഞ്ഞിട്ട് ഉണർവോടെ നിൻ തിരുമുൻപിൽ നിൽപ്പാൻ എനിക്കു നീ അരുളണമേ. വീണ്ടും ഞാൻ ഉറങ്ങുന്നാകിൽ ഈ അടിയാനുള്ള ഉറക്കം കർത്താവേ നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എന്നുണർച്ചയിൽ ഞാൻ ചതിപെടുകിൽ നിൻ കൃപമോചനമെനിക്കേകും. നിദ്രയിലും പിഴ വന്നാകിൽ
ആർദ്രമതേ ക്ഷമ നൽകണമേ. നിന്നുടെ കുരിശിൻ ശാന്തിയതാ നല്ലയുറക്കമെനിക്കു നിതാ. ആകാസ്വപ്നമശുദ്ധിയിൽ നിന്നെന്നെ നിരീക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാൽ ശാന്തി തരേണം മുഴുവൻ. ആകാനിരവും ദുഷ്ടതയും അധികാരത്തിലമർത്തല്ലേ. നിന്നുടെ അടിയാൻ ഞാനതിനാൽ എൻ്റെ ശരീരം കാപ്പാനായി വെളിവിനുടെ മാലാഖയെ എനിക്കു നീ തരണം കർത്താവേ. ദേഷ്യതപ്പെട്ടോരിച്ഛയിൽ നിന്നെന്നെ നിരക്ഷിച്ചു കൊള്ളണമേ. ഉയരേകും നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ. ആശ്വാസത്തിലുറങ്ങുമ്പോൾ ആശീസഭയം നിന്റെ രക്തം. നിൻ സൃഷ്ടിക്കക സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. നിൻ കൈ മനഞ്ഞ ശരീരത്തിൽ നിന്റെ വലങ്കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയതായി എൻ്റെ ചുറ്റിലുമാകണമേ. നിദ്രയിലാണ്ടു കിടക്കുമ്പോൾ ഭദ്രം കാവലു നിൻ ശക്തി. എൻ്റെ ഉറക്കം തിരുമുൻപിൽ നൽധൂപം പോലാകണമേ. എന്നെ പോറ്റുന്നുടയവനെ നിന്നോടു തന്നെ യാചിപ്പു. എനിക്കുള്ള ശയനത്തിന്മേൽ തിന്മപ്പെട്ടവനണയരുതേ. ബലവാനായി ഞാൻ ജീവിപ്പാൻ ബലിയായി ജീവനണച്ചവനെ എന്നെ വ്യസനത്തിലാക്കായ്വാൻ സാത്താനി നീ വിലക്കണമേ. കർത്താവേ നിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ ശ്ലീഭാവരണത്താൽ എൻ്റെ ആയുസ് കാക്കണമേ. ഞാനുണരും നേരത്തിങ്കൽ നിന്നെ ഞാൻ കൊണ്ടാടുവാൻ നിന്റെ നിദ്രാവേളയിലും നിന്റെ ഉപമ നീ കാട്ടണമേ. നിന്തിരു മനസ്സിനെ ഞാനറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാനായി. നിന്റെ മനോഗുണമതിനാലേ എനിക്ക് മനോഗുണമരുളുക നീ. നിരപ്പ് നിറഞ്ഞോരന്തിയതും നീതി വിളങ്ങും രാവും നീ. ഞങ്ങളുടെ രക്ഷകനാം മിശിഹ നാഥ അടിയാർ കരുളണമേ. വെളിവിൻ വെളിവു നീയാകുന്നു, വെളിവിൽ തന്നെ പാർക്കുന്നു. വെളിവിനുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. നിനക്കു സ്തുതി, നിന്നനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. എൻ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളിന്മേൽ ആയിരമായി അളവുകൂടാതെ നിനക്ക് സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ടു യാചനകൾ നൽകിയിടണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദോഷം സൃഷ്ടിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സത്യവിശ്വാസികൾക്ക് ബലമുള്ള കോട്ടയായ പിശാചുക്കൾക്ക് ഭയങ്കരവും മാലാഖമാർക്ക് ബഹുമാന്യവുമായ ദൈവത്തിൻ്റെ വന്ധ്യമായ സ്ലീവ രാപ്പകൽ നമ്മെ കാത്തുമറിച്ചു കൊള്ളുമാറാകട്ടെ. ദുഷ്ടമനുഷ്യരുടെ കോപത്തിൽ നിന്നും പിശാചുക്കളുടെ അവിശ്വാസികളുടെ അസൂയയിൽ നിന്നും ഉപദ്രവകരമായ അധികാരങ്ങളിൽ നിന്നും കരുണയില്ലാത്ത യജമാന്മാരുടെ കൈകളിൽ നിന്നും രഹസ്യവും പരസ്യവുമായ സകല ശത്രുക്കളിൽ നിന്നും സാത്താൻ്റെ കണികളിൽ നിന്നും ആത്മാവിനെയും ശരീരത്തെയും ക്ലേശിപ്പിക്കുന്ന ദുർവികാരങ്ങളിൽ നിന്നും പാപത്തിൻ്റെ എല്ലാ ശക്തിയിൽ നിന്നും കർത്താവ് നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ എന്നോടുകൂടി ഒരുങ്ങുവാൻ ശ്രമിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനവും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. പ്രിയരെ, നാളെ രാവിലെ 8 മണിക്ക് നമസ്കാരവും വിശുദ്ധ കുർബാനയും ഉണ്ടല്ലോ. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം നാളെ രാവിലത്തെ വിശുദ്ധ കുർബാനയിലും നമസ്കാരത്തിലും വന്ന് പങ്കെടുക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഞാനിപ്പോഴേ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് വീണ്ടും പറയുന്നില്ല. വീണ്ടും പറയുമ്പം ഭൗതിക കാര്യങ്ങൾക്ക് എന്തോ ഒത്തിരി താല്പര്യമുള്ളവർ തോന്നും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. നിങ്ങൾ യുക്തമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തിൻ്റെ ഒരു രാത്രി ഉണ്ടാകട്ടെ. നാളെ രാവിലെ 8 മണിക്ക് വീണ്ടും കാണാം.